ആർക്കും വേണ്ടാതെ കിടന്ന താഴത്തങ്ങാടി പള്ളിയിൽ ഇപ്പോ നിറയെ ആളുകളാ. ഉസ്താദിന്റെ മക്കാമിലെ ദിവസം 10,000 രൂപന്റെ വരുമാനം ഉണ്ടെന്നേ. പുതിയ കമ്മിറ്റി കയറാനേ ആൾക്കാർ മത്സരിക്കാന്നാ കേക്കണത്. നമ്മളെ അബൂട്ടി ഉസ്താദിന്റെ മക്കാമില്ല. ഉസ്താദിനെ കാണാൻ വരുന്നോരു ഓനും കൊടുക്കും 5ഉം 10ഉം. ഉസ്താദിനെ കുറ്റം പറഞ്ഞ് നടന്നവരെന്നെയാ അപ്പൊ ഉസ്താദിന്റെ ആളുകള്. ഏതായാലും ഉസ്താദിന്റെ മയ്യത്ത് നമ്മൾ വിട്ടുകൊടുത്ത് മോശമായി പോയി. ഉസ്താദ് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ച ആളല്ലേന്ന് അമ്മുഞ്ഞേ നമ്മൾ വിചാരിക്കുമ്പോ. എന്താ ഹൈദര് ഇങ്ങനെ? ഉസ്താദ് മരിച്ച പിന്നെ എന്താന്നറിയില്ല. എനിക്ക് ആകപ്പാടെ മോളിന്ന് ചില നേരത്ത് ഉസ്താദ് ഹൈദരേന്ന് വിളിക്കുന്ന പോലെ തോന്നും. അടുത്ത ആഴ്ച ഞാൻ ഹജ്ജിന് പോവും. നിനക്ക് ഞാൻ കാശ് വല്ലതും തരാണ്ടോ ഹൈദരെ? ഞാൻ തരാൻ മറന്നുപോയതോ മറ്റോ? നിങ്ങൾ ഇതുവരെ ഈ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചായന്റെ കാശ് മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കാനും സമ്മതിക്കൂല. കാശ് കൂടുതലുണ്ടെങ്കിലേ ഞങ്ങളുടെ കാശ് കൂടി കൊടുത്തോ. അല്ലാണ്ട് എന്താ പറയാ? അവരുടെ കാശും കൂടി എടുത്തോളൂ ഹൈദരെ. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? എടുത്തോളൂ ഹൈദരെ. നാളെ ചിലപ്പോ അവർക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ? പോണേന് മുമ്പ് ഞാൻ വരാം. മമ്മൂഞ്ഞേ, മൊയ്തീനെ, വരട്ടെ. ട്രാവൽസിന്റെ പാക്കേജിലാ അബൂക്ക ഹജ്ജിന് പോണത്. ഇയാളെ കയ്യിലിടുന്ന ഇതിനത്ര പൈസ ഒസാമ ബില്ലാദൻ മണി ഓർഡറായിട്ട് അയച്ചു കൊടുത്തത്. നിങ്ങളൊക്കെ ആരാന്റെ പസാദും പറഞ്ഞു വല്ലോനും വാങ്ങിച്ചു തന്നത് കുടിച്ചും തിന്ന് നടക്കുമ്പോ ആ മനുഷ്യൻ ചോര നീരാക്കി അധ്വാനിക്കായിരുന്നു. അയാളുടെ ഒരു ഹജ്ജിന് 1000 ഹജ്ജിന്റെ പുണ്യം കിട്ടും. എന്റെ ആജിക്ക നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. 8 വരക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ 0 വരക്കുക. ഞാൻ 8 വരയ്ക്കണത് ഇങ്ങനെ 2 0 ഇട്ടിട്ടാണ്. 8 വെച്ചും വരക്കാണ്ട് ലൈസൻസ് കിട്ടില്ല. അങ്ങനെയാണ് തീവണ്ടിയുടെ ഡ്രൈവർമാർക്ക് ലൈസൻസ് കിട്ടൂലോ. എല്ലാം തലതിരിച്ചാ. വച്ചിന്ന് താഴോട്ട് വന്ന സെക്കൻഡാ, വച്ചിന്ന് മുകളിലോട്ട് പോയല്ലേ സെക്കൻഡ് വരേണ്ടത്. പോകാനും വരാനും ഒരു വണ്ടി വേണമെന്ന് കാസിമിനോട് പറഞ്ഞപ്പോ ഓനൊരു കാറ് വാങ്ങി തന്നു. ഓടി നടന്ന് ഡ്രൈവർമാരെ നോക്കിയപ്പോ ഓന് ശമ്പളം 7000 ഉറുപ്പ്യ. എന്നാ ഇതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനും ചിന്തിച്ച്. എളുപ്പല്ലട്ടാ. എന്തായി ഇന്റെ കാര്യങ്ങള്? പടച്ചോൻ അനുഗ്രഹിച്ച അടുത്ത ആഴ്ച ഞങ്ങൾ ഹജ്ജിന് പോകും. നിങ്ങൾ വരുന്നുണ്ടോ ഈ കൊല്ലം? പാസ്പോർട്ട് ഞാൻ സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ നല്ല ചൂടാന്നാ പറയുന്നത്. ഹജ്ജിന് 2 ദിവസം മുമ്പ് ടിക്കറ്റ് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാസിമിന്റെ പുതിയ വീടിന്റെ താക്കോലും ബൂട്ടും വിജാവിരിയും ഒക്കെ അവിടുന്ന് വാങ്ങിക്കാന്നാ അവൻ പറയുന്നത്. ഹജ്ജിന്റെ സമയമാകുമ്പോ ലഗേജിലും എന്തൊക്കെയോ കുറവുണ്ട്. ഓൻ തുടങ്ങി. കിട്ടിയ അവസരം മെക്കിട്ട് കയറി ചെക്ക മുതലാക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അബു, കാസിമിന്റെ ഫോൺ നമ്പറാ. അവിടെ എത്തി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓനെ വിളിച്ചാൽ മതി.